ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവക്ക് എവിടെയെങ്കിലും ഒന്ന് നിന്നൂടെ, ഇവിടെ എന്തിനാണ് ഈ നടന്ന് ഇൻട്രോ എടുക്കുന്നു എന്ന്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തികച്ചും ശരിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു തൊഴിലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ അവൾ എൻ്റെ പുറയിൽ നടന്നു വരും, ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോൾ അവൾ പിന്നെ എൻ്റെ പുറയിൽ നടന്നു വരും. ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കും, ഇല്ലേ കുഞ്ഞു? അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഓടിച്ചാടി നടക്കുകയാണ് ഗൈസ്. പിന്നെ എന്താണ് പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. എൻ്റെ മോന്ത ഒരുമാതിരി കൊള്ളാത്തതുപോലെ കാണിക്കുന്നു, കണ്ടോ? ഇവിടെ വേണ്ട, ഇവിടെ നിൽക്കാല്ലേ. ഈ കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു ഈ കട്ട. നൈസ് കട്ടനല്ലേ. ഞങ്ങളുടെ കല്യാണത്തിന് അപ്പ വീട്ടിൽ വേവിച്ചിട്ട കട്ടനായിരുന്നു. പിന്നെ പപ്പ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ കട്ടൻ വീട്ടിലുണ്ട്, അതുകൊണ്ട് പിന്നെ ഒരു കട്ടനിങ് എടുത്തുകൊണ്ട് വന്നു. നൈസ് കട്ടനല്ലേ, പൊളിക്കട്ടനാണ്. അപ്പോൾ ഞാൻ എപ്പോഴും മിക്കപ്പോഴും ഞാൻ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ കട്ടൻ്റെ കീഴിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇപ്പുറത്തെ എന്താ പറയുക, ഇപ്പുറത്തെ വെട്ടം കൊണ്ട് നല്ലതായിട്ട് റിഫ്ലക്റ്റ് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മുഖം ഇച്ചിരി നല്ല ക്ലിയറായിട്ട് തോന്നും. അതുകൊണ്ട് എൻ്റെ സൈറ്റ്, എൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്ന സൈറ്റ് ഇതാണ്. ഇപ്പം സമയം 4 മണിയായി ഗൈസ്. ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങി. പിന്നെ ഒരു പണിയുമില്ല, പണിയെല്ലാം രാവിലെ എല്ലാം തീർത്തു. ഇനി എന്താ പറയുക, ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി മേളോട്ട് പോയിട്ട്. മേളോട്ടെന്ന് മീൻസ് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കല്ലേ, ടെറസിലാണ്. ഇത് മേളിൽ വൈറ്റ് ആയതുകൊണ്ട് ഒരുമാതിരി കണ്ട, ഇങ്ങനെ ഒരുമാതിരി ഇരുന്ന് അതിനൊക്കെ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കാര്യം നിങ്ങളോട് പറയാം. അപ്പം കുറേ ദിവസമായി ടെറസിലോട്ട് പോയിട്ട്, കൈ വേദന എടുക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും തോന്നല്ലേ. അങ്ങനെ കുറേ ദിവസമായി ടെറസിലോട്ട് പോയിട്ട്. അപ്പോൾ ഞാനും കുഞ്ഞുവാവയോടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ ഒരുമാതിരി ഇരുട്ട് ഫീൽ ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, ഞങ്ങളുടെ അപ്പുറം ഇപ്പുറം എല്ലാം അങ്ങ് ബിൽഡിങ് പണിയുന്നതെന്ന്. ഫുള്ള് അങ്ങ് പി ജി. നമ്മുടെ ഇവിടെ തൊട്ടടുത്തായിട്ട് 2-3 കോളേജൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി കൊച്ചുങ്ങളും പിന്നെ കുറേ പിള്ളേർ സെറ്റൊക്കെ വരുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ താമസിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇവർ ഇവിടെ പി ജിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയ എന്ന് വെച്ചാൽ നൈസ് ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസൊക്കെ പോകുന്ന കാണാം. പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു രാത്രി ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിറങ്ങി നിന്നാൽ കുറേ മലയാളി കുട്ടികൾ പോകുന്ന കാണാൻ പറ്റും. അപ്പോൾ മലയാളം കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, മലയാളികൾ എന്ന് പറയുന്നൊരു സന്തോഷമാണ് നമുക്കൊക്കെ. അല്ലെങ്കിലും മലയാളികൾ എവിടെ പോയാലും ഒരു മലയാളിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതേപോലെ ഞാൻ എന്നെ കെട്ടി ബാംഗ്ലൂരിൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഈ മലയാളികളെ കാണുമ്പം എന്തോ ഒരു വലിയ സന്തോഷം പോലെയൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിൽ മലയാളികളാണ് ഉള്ളത്, എങ്കിലും ഒരു പുറത്തുനിന്ന് കുറേ മലയാളികളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അച്ഛാ ഒരു മലയാളിയാണ്, എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. മുമ്പ് പുറത്തോട്ടിറങ്ങി നിന്നാൽ മതിയായിരുന്നു, നമുക്ക് നൈസ് വ്യൂ ഒക്കെ കാണാമായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള പട്ടികളെയും കൊണ്ട് പോകുന്ന കാണാം. പിന്നെ പുറത്തോട്ടിറങ്ങിയാൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചാൽ പ്യാജ് നമ്മുടെ സവാള, പൊട്ടറ്റോ എന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരിങ്ങനെ ഈ പെട്ടുകോട്ടയ്ക്കകത്തൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാണാം. പിന്നെ ആപ്പിൾ, പിന്നെ എന്തുവായിരുന്നു, അമറിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന, അതൊക്കെ നമ്മൾ നൈസ് നല്ല വ്യൂ ആണ്. അമ്മമാരും അപ്പന്മാരും ഒക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വോക്കിങ്ങിനൊക്കെ പോകുന്ന കാണാം. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കാൻ നൈസ്, അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ പുറത്തോട്ടിറങ്ങി നിന്നാൽ മതിയായിരുന്നു, അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. നമുക്ക് അതൊക്കെ കാണുമ്പോഴും പുറത്തെ ആ ഒരു ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല സുഖമായിരുന്നു പുറത്തോട്ടിറങ്ങി നിൽക്കാൻ തന്നെ. ഇപ്പോൾ എന്ന് വെച്ചാൽ എവിടെ നോക്കിയാലും കുറേ ബിൽഡിങ് പണിയുന്ന മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഈ ഏരിയയിൽ. അങ്ങനെ സെമിനാച്ചനുള്ളപ്പോൾ സെമിനാച്ചനാണെങ്കിൽ സെമിനാച്ചന് ഓഫീസിൽ പോകണ്ടാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ ശനിയും ഞായറും, ചില സമയം ഞായർ, ചില സമയം ശനിയാഴ്ച ചിലപ്പം ജോലിക്ക് പോകണ്ട. അപ്പോൾ ആ ജോലിക്ക് പോകണ്ടാത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ ഇതേപോലെ മോളിലും പിന്നെ ഓരോ പാർക്കിലും ഒക്കെ ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ സെമിനാച്ചനുള്ളപ്പം ബോറടിയായിട്ടൊന്നും തോന്നത്തൊന്നുമില്ല. അമ്മയൊക്കെ ഉള്ളപ്പോഴും പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യവും പറഞ്ഞ് ഞങ്ങളുടെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് ഒരു ബിൽഡിങ് വരുന്നുണ്ട്, അതും പി ജി ആണ് ഗൈസ്. അതൊരു 3-4 നിലയുണ്ട്. കോൺക്രീറ്റ് പണിയൊക്കെ നടക്കുമ്പോൾ തന്നെ അവിടെ നിന്നാണെങ്കിൽ ഈ വെള്ളവും
പിന്നെ അവർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഒഴിക്കുമല്ലോ, അപ്പോൾ ആ വെള്ളവും പിന്നെ ഈ സിമെൻറ്റിൻ്റെ പൊടിയും സംഭവങ്ങളും എല്ലാം നമ്മുടെ ഈ ബിൽഡിങ്ങിലോട്ടായിരുന്നു വീഴുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഓണർ അവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവർ വലിയൊരു ടാർപ്പയൊക്കെ ഇടിപ്പിച്ചു. ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഇട്ടേക്കാണ്. അപ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഒരുമാതിരി ഇരുട്ടാണ്. ഇതാണ് ഗൈസ് ഞങ്ങളെ ഇരുട്ടിലാക്കിയ ആ വലിയ ടാർപ്പ. കണ്ട അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താണ്ട് ടെറസിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്ട് ആ ടാർപ്പത ഇവിടെയൊക്കെ വെച്ചാൽ കെട്ടി വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡിഷ്, ഒരു 3 ടാങ്ക്, പിന്നെ ഇതൊക്കെ തുണികളാണ്. ഈ 2 കമ്പിളി, ഫസ്റ്റ് കാണുന്ന ഈ 2 കമ്പിളിയില്ലേ ചുവപ്പും കാപ്പിപ്പൊടിയും, അത് ഞങ്ങളുടെയാണ്. കമ്പിളി മാത്രമല്ല, തേടി ഒരു 2 ഷൂവും കൂടെ കിടപ്പുണ്ട്. അത് ഞാൻ രാവിലെ കൊണ്ട് കഴുകി ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്, PG. പിന്നെ ഞങ്ങളുടെ ബാക്കിലത്തെ ഒരു നില വീടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കടന്ന് കുറേ വേസ്റ്റാണ് നിങ്ങൾ കണ്ടത്. അത് വേറെ ആരോ തുണി നൂത്തിട്ടേക്കുന്നതാണ് അപ്പുറത്തെ ബിൽഡിങ്ങിൽ. അങ്ങനെ ആ വേസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ പഴയ കുറേ ആക്രി സാധനങ്ങളൊക്കെ, TV, ഫ്രിഡ്ജ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഈ ബിൽഡിങ്ങില്ലേ അതും PG ആണ്. അത് ഞങ്ങളുടെ ബാക്കിലത്തെ ഒരു മുട്ടാൻ PG ആണ്. അത് ലേഡീസിന് വേണ്ടിയുള്ള PG ആണ്. ഇത് 1 വർഷം എടുത്താട്ടോ ഈ ഒരു ബിൽഡിങ് പണിയാൻ വേണ്ടിയിട്ട്. ഇപ്പം പിള്ളേരൊക്കെ വന്ന് തുടങ്ങി, താമസമുണ്ട് ഇവിടെ, തുണിയൊക്കെ നൂറ്റിട്ടേക്കുന്ന കണ്ട്. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ ബിൽഡിങ്. അത് നമുക്ക് സാധാ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ഇതൊക്കെയാണ് ടെറസിലെ കുറേ കാഴ്ചകൾ. ഇത് ഞാൻ പറഞ്ഞ അന്നത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ബിൽഡിങ്. ഇതൊക്കെ ഞങ്ങളുടെ തൊട്ട് മുന്നിലത്തെ വ്യൂ ആണ്. പിന്നെ തറയെല്ലാം ഒരുമാതിരി മോശമായിട്ട് കിടക്കുകയാണ്. ഫുള്ള് സിമെൻറ്റിൻ്റെ പൊടിയും മണ്ണും എല്ലാം ആയിട്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ കമ്പിളിയൊക്കെ കൊണ്ട് കഴുകിക്കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഉണങ്ങിയേ നോക്കിയതാണ്. ചോപ്പ് നോക്കി, പക്ഷേ ഉണങ്ങിയിട്ടില്ല. ചിലപ്പോൾ കാപ്പിപ്പൊടി ഉണങ്ങിക്കാണുമെന്ന പ്രതീക്ഷയിൽ നോക്കിയപ്പോൾ അതും ഉണങ്ങിയിട്ടില്ല ഗൈസ്. മേളിൽ പോയിട്ട് ബോറടിച്ചു ഗൈസ്. പിന്നെ ഇങ്ങ് തിരിച്ചു വന്നു. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ 2 ചെടിയുണ്ട്. കുറേയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നോട്ടക്കൂടുതൽ കൊണ്ട് മൊത്തം ഉണങ്ങി വരിപ്പോയി. ഇതൊന്നാണ്, അത് നല്ലതായിട്ട് തഴച്ച് വളർന്നിരിക്കുകയാണ്. ഇത് 2ാമത്തത്. ഇത് ഇവരുടെ പണി കാരണം ഫുള്ള് സിമെൻറ്റ് പൊടിയെല്ലാം വീണ് ഉണങ്ങിപ്പോയി ഗൈസ്. ചിലപ്പോൾ കിളിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ മേളത്തെ ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വ്യൂ. ഇനി ഞാൻ പറയാൻ വരുന്നത് എന്തുവെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.